മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ കാലത്ത് കണ്ണൂരിൽ കൗതുകമായി കർഷകനും കാട്ടുപന്നിയും തമ്മിലുള്ള സൗഹൃദം. വീട്ടുപറമ്പിൽ പരിക്കേറ്റ നിലയിൽ കണ്ട കാട്ടുപന്നിയെ പരിചരിച്ചതോടെയാണ് ചെറുപുഴ സ്വദേശി രാഘവനുമായുള്ള സ്നേഹബന്ധത്തിന്റെ തുടക്കം. രാഘവന്റെ വീട്ടിലെ അംഗമായി അർജുൻ ഇപ്പോൾ മാറിയിരിക്കുന്നു. അർജു എന്നൊന്ന് നീട്ടി വിളിച്ചാൽ ഏതു ദൂരത്തു നിന്നും അവൻ ഓടിയെത്തും. പിന്നെ മുട്ടിയുരുമി അങ്ങനെ ചുറ്റും കൂടും. അവന് ചില നിർബന്ധങ്ങളൊക്കെയുണ്ട്. സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം, തലോടി ഉറക്കണം. കണ്ണൂർ ചെറുപുഴ എയ്യങ്കല്ലിലെ കർഷകനായ രാഘവനും ഒരു കാട്ടുപന്നിയും തമ്മിലുള്ള സ്നേഹം ഇങ്ങനെയാണ്. 7 മാസം മുൻപാണ് ഒരു കുഞ്ഞൻ കാട്ടുപന്നിയെ പരിക്കേറ്റ നിലയിൽ രാഘവൻ വീട്ടുപറമ്പിൽ കാണുന്നത്. അന്നതിനെ പരിചരിക്കുകയും വെള്ളവും ഭക്ഷണവും നൽകുകയും ചെയ്തു. അത് ഒരു തുടക്കമായിരുന്നു, വിവരിക്കാനാവാത്ത ഒരു സൗഹൃദത്തിൻ്റെ തുടക്കം. രാവിലത്തെ പഴങ്കഞ്ഞി ഒരു ഡിഷിൽ ഞാൻ കൊണ്ടു കൊടുത്താൽ അത് കഴിച്ചാടെന്ന് പറഞ്ഞാൽ ഇടം പോകും. പോയിട്ട് നമ്മുടെ മോനുണ്ട്, മോൻ എന്ന് പറഞ്ഞാൽ ചെത്തിയിട്ട് വന്നിട്ട് ഇടുന്ന ചായ കുടിക്കരുത്. അതിൻ്റെ അകത്തുനിന്ന് ചായ കുടിക്കുമ്പോൾ രണ്ടും കയറി വരും. ഇത് പട്ടിയും കയറി വരും, ഈ പന്നിയും കയറി വരും. അതിനെന്തെങ്കിലും ഒരു കഷ്ണം കൊടുത്താലെന്ന് പറഞ്ഞാൽ പിന്നെ സുഖം. പിന്നെ ഇടങ്ങും. പിന്നെ ഞാൻ എവിടെ പോകുന്ന പറമ്പിൽ അന്തപ്പുറം ഉണ്ടാവും എപ്പോൾ. കുഞ്ഞൻ കാട്ടുപന്നിയെ മുന്നിൽ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയത് അതിനെ അർജുൻ എന്ന് വിളിക്കാനായിരുന്നു. പിന്നീട് അത് അവൻ്റെ പേരായി മാറി. പരിക്കൊക്കെ ഭേദമായതോടെ അർജുൻ തിരിച്ച് കാട് കയറി. പക്ഷേ പിന്നീട് എല്ലാ ദിവസവും അർജുൻ രാഘവനെ തേടി വീട്ടിലേക്ക് എത്താൻ തുടങ്ങി. ആ ബന്ധം വളർന്ന് അവൻ ആ വീട്ടിലെ ഒരംഗവുമായി. ഞങ്ങൾക്കൊരു ചെറിയൊരു കുഞ്ഞിനെ കിട്ടിയതാണ്. അതിനെ ഞങ്ങൾ എടുത്തുകൊണ്ടൊന്ന് വളർത്താൻ നോക്കിയാൽ ഇണങ്ങുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നല്ലപോലെ ഇണങ്ങി. അന്നേരം പട്ടി ഉണ്ട്, അതിനൊരു കൂട്ട്, രണ്ടാളും കൂടി നല്ല ഇതായിട്ട് വളരുന്നത്. അർജുൻ വന്നപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈ വീട്ടിൽ വേറെയും 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അപ്പുവായിരുന്നു. അപ്പുവിനും അർജുനോട് സ്നേഹം തന്നെയാണ്. പക്ഷേ രാഘവേട്ടൻ അർജുന് കുറച്ച് കൂടുതൽ സ്നേഹം നൽകുന്നുണ്ടോ എന്നൊരു പരിഭവം ഇല്ലാതില്ല. അതുകൊണ്ട് അർജുന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ അത്രയും തന്നെ പങ്ക് അപ്പുവും ചോദിച്ചു വാങ്ങും. രാഘവേട്ടന്റെ വീട് ഇപ്പോൾ അർജുൻ്റേതുമാണ്. ആ വീട്ടിനകത്ത് എവിടെയും അവൻ കയറി ചെല്ലും. എല്ലായിടത്തും പരിപൂർണ സ്വാതന്ത്ര്യം. മലയോര മേഖലയിലാകെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ച മനുഷ്യന് ശല്യമാകുമ്പോഴാണ് അർജുൻ്റെയും രാഘവന്റെയും സൗഹൃദം വ്യത്യസ്തമാകുന്നത്. കാട്ടുപന്നികളും മനുഷ്യരും തമ്മിലുള്ള നിരന്തര പോരാട്ടത്തിന്റെ വാർത്തകൾ കേൾക്കുന്ന കണ്ണൂരിന്റെ മലയോര മേഖലയിൽ നിന്ന് തന്നെയാണ് ഒരു കാട്ടുപന്നിയും മനുഷ്യനും തമ്മിലുള്ള ഈ അപൂർവ സൗഹൃദത്തിന്റെ കാഴ്ചയും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.